ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഇൻ്റർനാഷണൽ ഡാൻസ് ഡേ ആണ്. അപ്പോൾ എല്ലാവരും ഞാൻ ഹാപ്പി ഇൻ്റർനാഷണൽ ഡാൻസ് ഡേ വിഷ് ചെയ്യുന്നു. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ്സിൽ ചെറിയൊരു എന്താ പറയുക, ഒരു ക്വിസ് കോമ്പറ്റീഷനും പിന്നെ ചെറിയൊരു സ്പീച്ചും കാര്യങ്ങളൊക്കെ, അങ്ങനെ കുഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പം 10 മണിക്ക് പോകണം. ഇപ്പോൾ ഏതാണ്ട് 9 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി റീൽസ് എടുക്കണം, അത് കഴിഞ്ഞ് ഡാൻസ് ക്ലാസ്സിൽ പോകണം. അതിന് മുമ്പേ കഞ്ഞി കുടിക്കണം. ഓക്കെ, കഞ്ഞി നല്ലതാണ്. ഞാൻ സാധാരണ രാവിലെ ഒന്നും കഴിക്കാതെയാണ് പോകുന്നത്. പിന്നെ ഇന്ന് നേരത്തെ എഴുന്നേറ്റ്, അപ്പം എനിക്ക് നേരത്തെ വിശക്കും. അതുകൊണ്ട് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല പ്രാക്ടീസ് സാരിയൊക്കെ ഉടുത്ത്, ഇത് ഇതിനു മുമ്പേ വിഷുവിന് ഒരാട്ട് ഉടുത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് ഉടുക്കുന്നേ. കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ള് കാണിച്ചു തരാം. റീൽസ് ഒക്കെ എടുത്തു. ഇനിയിപ്പം ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോകണം. 10 മണിയായി. അപ്പം പോയിട്ട് വരാം ഗൈസ്, ബൈ. അപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞുള്ള കോലം ഇതാണ്. ഇവിടെ കഴിഞ്ഞ് സാരിയൊക്കെ പിന്നെ ഒരു ഇതിലങ്ങി ഇരിക്കുന്നു. അപ്പം ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. കാരണം ആ സമയം ഞാൻ കഴിച്ചിട്ട് പോയിട്ട് പിന്നെ ഒന്നും കഴിച്ചില്ല. അപ്പം നല്ല വിശപ്പുണ്ട്. അപ്പം ഞാൻ സാരി മാറിയിട്ട് വരാം ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് പപ്പ വാരി തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെറുതെ കിടന്നു, ഫോൺ നോക്കി വെറുതെ കിടന്നു. പിന്നെ കുറച്ച് നേരം അമ്മയായിട്ട് പുറത്ത് വന്നിരുന്നു. അപ്പം ഇനിയിപ്പം ചേച്ചിയുടെ ഒരു പ്രോഗ്രാം ഉണ്ട് ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ സോപാന ഓഡിറ്റോറിയത്തിൽ. അപ്പം അവിടെ പോകണം. ഞാൻ അത് പറഞ്ഞ കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല, മിക്കപ്പോഴും തെറ്റ്. സോപാനോ ആ ഓഡിറ്റോറിയത്തിൽ ചേച്ചിയുടെ പ്രോഗ്രാം ഉണ്ട് ഇന്ന്. പ്രോഗ്രാം അല്ല, ചേച്ചിയുടെ കേരളാടനം. അപ്പം അത് കാണാൻ പോകണം. 6:30 എങ്ങാണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏതാണ്ട് 6 മണി ആയിട്ടുണ്ട്. അമ്മ റെഡിയാവുക, ഞാൻ റെഡിയായി. ഇനി മുടിയും കൂടെ കെട്ടണം. അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം. റെയിൻ കോട്ട്, മഴ വരുന്നുണ്ട്. മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. സോ റെയിൻ കോട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് പോകാം. മുടി ഞാൻ പോണേട്ടയിൽ കിട്ടി. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. മിക്കവാറും കോട്ടിടേണ്ടി വരും ഇപ്പം തന്നെ. അങ്ങനെ പരിപാടി കഴിഞ്ഞു. നല്ല പരിപാടിയായിരുന്നു. ചേച്ചിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു കുച്ചിപ്പുടി, പിന്നെ ഒരു ചേട്ടൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ചേച്ചിയുടെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരുങ്ങിയിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് സ്നാക്സും കൂടെ മേടിച്ചിട്ട് വന്നു. കാരണം വിശന്ന്. അപ്പോൾ കുറച്ച് സ്നാക്സും കൂടെ മേടിച്ചിട്ട് വന്നു. ഇപ്പോൾ വീട്ടിലെത്തി. ഇനി ഡ്രസ്സൊക്കെ മാറി കാപ്പി കുടിക്കണം. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ നെയിൽസിൻ്റെ കാര്യം. ഇപ്പം ഞാനൊരു സ്ക്വയർ ആയിരുന്നു ആദ്യം വെട്ടിയിരുന്നത്. പിന്നെ ഞാൻ ഈ റൗണ്ട് തന്നെ ആക്കി. എല്ലാവരും പറഞ്ഞു റൗണ്ടാവുന്നും കൂടെ ചേരുന്നതെന്ന്. അപ്പോൾ അത് തന്നെ ആക്കി. ഇനിയിപ്പോൾ സ്കൂൾ ഇറക്കുമ്പോൾ മൊത്തം വെട്ടിക്കളയും.
ഒരു ഇച്ചിരി ഒരു തുമ്മണി എങ്ങാനും കാണും. ബാക്കിയെല്ലാം ഞാനിപ്പോൾ വെട്ടും. ഇതാട്ടോ ഞാൻ അടിച്ചിരുന്ന ബ്ലാക്ക് ഡാസ്ലറിൻ്റെ അടിക്കുന്ന ചെറുതാണ് മേടിക്കുന്നത്. കാരണം ഞാൻ എപ്പോഴും പോളിഷ് ഇടത്തില്ല. ഡാൻസിന് മുമ്പം ഈ റെഡ് പോളിഷ് അടിക്കും. അല്ലാതെ ഞാൻ ഒന്നില്ലെങ്കിൽ ഒന്നും അടിക്കാതെ. എനിക്ക് പോളിഷ് ഇടുന്ന ഇഷ്ടമല്ല. കാലിൽ ഞാൻ ഇടത്തില്ല. ഭയങ്കര റെയറാണ് കാലിലൊക്കെ ഇടുന്നത്. അപ്പം ബ്ലാക്ക് വൈറ്റ് കണ്ട, ബ്ലാക്ക് വൈറ്റ് അതൊക്കെ ഇരിക്കുന്നത്. വേറെ കളറൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അത് ഉപയോഗിക്കാറില്ല അധികം. ബിരിയാണി മേടിച്ചു ഗൈസ്. പിന്നെ അച്ചാച്ചന് എന്താണ് ബിരിയാണി അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് അച്ചാച്ചൻ നൂഡിൽസ് വാങ്ങിച്ച്. പിന്നെ എനിക്ക് അമ്മയ്ക്ക് ആപ്പിൾ ജ്യൂസ് മേടിച്ചു. കഴിക്കാൻ പോയി. താമസിച്ചോ? നേരത്തെയാണ് നമ്മൾ നേരത്തെ പകുതി അളവും കഴിച്ചിട്ട് വരാം. അപ്പം ഞാൻ ഇന്നലെ ഉറങ്ങിപ്പോയി. വൈൻഡപ്പ് എടുക്കാൻ മറന്നുപോയി. ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം നേരത്തെ അങ്ങ് ഉറങ്ങി. എന്നിട്ട് എഴുന്നേക്കാളും 11:30 അങ്ങനെ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഇന്നലെ നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു ഡാൻസ് ഡേ ആയിട്ട്. അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.